വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 18 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നു. വിജിത, നിലവിൽ കൊച്ചിയിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിത്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു മഴയൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും രാവിലെ മുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട്. ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് വെള്ളക്കെട്ടുണ്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. ഇന്നലെയാണ് ഇടപ്പള്ളി, കളമശ്ശേരി ഭാഗത്തെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേപോലെ തന്നെ ചെല്ലാനം ഭാഗത്തൊക്കെ കടൽക്ഷോഭം, നായരമ്പലം ഭാഗത്തെല്ലാം തന്നെ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാവുകയും ജിയോ ബാഗുകൾ അടക്കം സ്ഥാപിച്ചതൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർന്ന ഒരു സാഹചര്യമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ 500ഓളം വീടുകളിലൊക്കെ പ്രദേശത്ത് വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായത്. എന്നാൽ രാവിലെ മുതൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലൊന്ന് മഴ വന്നെങ്കിൽ പോലും പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ നമ്മളിത് നിൽക്കുന്നത് ആലുവ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്താണ്. നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ വെള്ളം കയറി ക്ഷേത്രം മുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഏകദേശം ഒരു പുലർച്ചെയൊക്കെയാണ് ഈ ഒരു പെരിയാർ നദിയിൽ വെള്ളം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവിടുത്തെ ഒരു വിശ്വാസപ്രകാരം, ക്ഷേത്രത്തിലെ വിശ്വാസപ്രകാരം ഈ വെള്ളം കയറുക എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആറാട്ട് വെള്ളം കയറുന്ന ഒരു സമയത്താണ് ഇവിടുത്തെ ആറാട്ട് നടത്തുന്നത്. എന്തായാലും ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലം മഴ സംബന്ധിച്ച് വെള്ളം കയറിയിട്ടുള്ള ആദ്യത്തെ ഒരു ആറാട്ടായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഒരുപാടധികം പേരൊക്കെ ഇവിടെ ഇപ്പോൾ ബലിതർപ്പണങ്ങൾക്കും മുങ്ങിക്കുളിക്കാനും ഒക്കെ ആയിട്ട് വരികയൊക്കെ ഉണ്ടായി. രാവിലെ തൊട്ട് വലിയ രീതിയിലുള്ള ആളുകളൊക്കെ വന്ന് ബലിതർപ്പണം എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ബലിക്കല്ലുകളൊക്കെ ഈ വെള്ളത്തിന്റെ അടിയിലായ ഒരു സാഹചര്യം ആയതിനാൽ നേരെ ഇടതുഭാഗത്ത്, ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായിട്ട് ബലിതർപ്പണം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ വേണ്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒരുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാടധികം ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ വെള്ളം കയറിയത് കാണാനും അതോടൊപ്പം തന്നെ ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായിട്ടാണ് ബലിതർപ്പണത്തിനുള്ള അല്ലെങ്കിൽ കർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിൽ മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ഈ വെള്ളം കയറിയ ഒരു സാഹചര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് നല്ല രീതിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ വർഷം ഏകദേശം 365 ദിവസത്തോളം ഇങ്ങനെ ഒരു കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുമെന്നാണ് നമുക്കറിയുന്നത്. എന്നാൽ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ രാവിലെ തൊട്ട് ആറാട്ട് കുളിക്കാനൊക്കെ ഒരുപാട് പേര് വരികയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്തജനങ്ങളുണ്ടായിരുന്നു. രാവിലെ വെളുപ്പിനൊരു 3:50 കൂടിയിട്ടാണ് ഭഗവാൻ ആറാടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിനുശേഷവും അതിന് മുന്നോടിയായിട്ടും ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ശേഷം അവിടെ തിരുമേനി വന്ന് ക്രിയാഭാഗങ്ങൾ കഴിച്ചു പോവുകയും ഭക്തജനങ്ങൾ തുടർന്നും തൊഴാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ബലിതർപ്പണത്തിനായിട്ടും മറ്റുള്ള ഭക്തജനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നുമുണ്ട്. മണപ്പുറത്തെ സംബന്ധിച്ചും വെള്ളം ഈ പ്രാവശ്യം നേരത്തെയാണ് വന്നിരിക്കുന്നത്. അതും ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഭക്തജനങ്ങൾ അതറിഞ്ഞും തൊഴാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു വിശ്വാസം എങ്ങനെയാണ്? സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ നോക്കുന്ന സമയത്ത് ആറാട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസമായിട്ട് അങ്ങ് ആഘോഷിക്കുന്ന ഒരു രീതിയാണല്ലോ. ഇവിടെ പൊതുവെ ഞാൻ കേട്ടിരിക്കുന്നത് വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ട് പുഴയിൽ വെള്ളം കയറുമ്പോൾ സ്വയംഭൂ വിഗ്രഹം ആയതുകൊണ്ടേ ഈ വിഗ്രഹത്തിലേക്ക് വന്ന് പുഴ മുങ്ങി ആണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ തിടമ്പിലേക്കൊക്കെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റ് പുഴകളിൽ കൊണ്ടുപോയിട്ട് ആറാട്ട് നടത്തുന്നതിന് പകരം ഇവിടെ പുഴ ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ട് ആറാടുകയാണ്. അതാണ് ഇവിടുത്തെ രീതി, ആചാരം അങ്ങനെയാണ്. അങ്ങനെ ആറാട്ട് നടന്നു ഇന്ന്. അതാണ് ഇവിടുത്തെ സവിശേഷത. പിന്നെ ഈ ആറാട്ട് നടന്നാലും പുഴ ഇങ്ങനെ കഴിഞ്ഞ് വെള്ളം കയറിക്കഴിഞ്ഞാലും ഇവിടെ ബലികർമ്മങ്ങൾക്ക് മുടക്ക് വരാറില്ല. അത് ഞങ്ങളിവിടെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലിരുന്ന് ബലികർമ്മങ്ങൾ നടക്കുന്നുണ്ട്.
പൊതുജനങ്ങളാരും ഭക്തജനങ്ങളാരും അതിന് ഇവിടെ തടസ്സമുണ്ടെന്ന് വിചാരിക്കരുത്. ഇവിടെ ബലികർമ്മങ്ങൾക്ക് മുടക്കില്ല. ഭംഗിയായിട്ട് ബലികർമ്മങ്ങൾ ഓഡിറ്റോറിയത്തിനുള്ളിൽ ചെളിയോ വെള്ളമോ ഒന്നും ഇല്ലാതെ തന്നെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ ഇന്ന്? വന്നു. ജനങ്ങൾ ആറാട്ട് മുങ്ങിയെന്ന് അറിഞ്ഞിട്ടും പിന്നെ ഇന്നത്തെ നാളിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെയും കുറവൊന്നും വന്നിട്ടില്ല. നല്ലപോലെ ജനങ്ങൾ വന്നിട്ട് ബലികർമ്മങ്ങൾ ചെയ്തു പോവുകയും ചെയ്തു. ആറാടി കിടക്കുന്ന ഭഗവാനെ വന്നിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങി പോവുകയും ചെയ്തു. രാവിലെ തൊട്ട് മഴയൊക്കെ ഒരു ശമനം ഉള്ളത് കൊണ്ട് അവർക്ക് പ്രായമായവർക്കൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് നല്ലപോലെ തൊഴുത് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റിയെന്ന്. അതെ, തീർച്ചയായിട്ടും യാതൊരു തടസ്സവും ഇല്ലാതെ ജനങ്ങൾക്ക് ആറാടി കിടക്കുന്ന ഭഗവാനെ ദർശിക്കാനും ആ അനുഗ്രഹം വാങ്ങാനും സാധിച്ചു. പിതൃകർമ്മങ്ങൾ ചെയ്യാനും ഇവിടെ തടസ്സം ഉണ്ടായില്ല. ഞങ്ങൾ കർമ്മികളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ സംസാരിക്കുന്ന സമയത്തും ക്ഷേത്രം ഭാരവാഹികളുടെ അടുത്തും അധികൃതരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്തും മനസ്സിലാവുന്നത് ഈ ഒരു ആറാട്ട് എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ ഇത്തവണയും കുറച്ച് നേരത്തെ വെള്ളം കയറി എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ഭക്തജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് വരാനും ദർശനം വാങ്ങാനും തൊഴാനും ഈ ചടങ്ങുകളെല്ലാം ചെയ്യാനുമുള്ള ഒരു കാര്യമെല്ലാം രാവിലെ തൊട്ട് മഴയ്ക്കൊരു ശമനമായതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പൊതുവെ പറഞ്ഞതുപോലെ ഇന്ന് മഴ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലുള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും ഇന്നിപ്പോൾ രാവിലെ മുതൽ നമുക്ക് അറിയാനൊന്നും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ദീപ്തി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയ്ക്കൊരു ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബലിതർപ്പണത്തിനൊന്നും അത് ബാധിച്ചിട്ടില്ല. ഇപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ബലിതർപ്പണത്തിനെ ബാധിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രദേശവാസികളാണെങ്കിലും അമ്പലത്തിലെ ആളുകളാണെങ്കിലും സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു 18-ാം തീയതി വരെ ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ ഒരു മഴയെ സംബന്ധിച്ച് തീരപ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യം എന്താണ്? നിത്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞത് ചെല്ലാനം നായരമ്പലം ഭാഗത്തെല്ലാം വലിയ രീതിയിലുള്ള ഇന്നലെ അടക്കം വലിയ രീതിയിലുള്ള വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 500ഓളം വീടുകളിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഈ അവർക്ക് തൊഴിൽ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ, തൊഴിൽ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നിഷേധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയുടെ പ്രശ്നമാണെങ്കിലും അതല്ല ഒരു കപ്പലപകടത്തെയൊക്കെ തുടർന്ന് വലിയ രീതിയിൽ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർക്ക്. ഇപ്പോൾ അതിലും വലിയ രീതിയിൽ ഇപ്പോൾ ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഒരു ഭീതി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചെല്ലാനം നായരമ്പലം പുത്തൻതോട് ആ ഒരു ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ജിയോ ബാഗുകളും സുരക്ഷാ ഭിത്തികളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെല്ലാം തകർത്തുകൊണ്ട് വീട്ടിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ അവസ്ഥയൊക്കെ വളരെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. നമുക്ക് നേരിട്ട് പോയി കാണുമ്പോഴും ഒക്കെ നമുക്കും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം പുലർച്ചെയൊക്കെയാണ്, രാത്രി 2 മണിക്കൊക്കെ ശേഷമാണ് ഈ ഒരു കടൽ കയറ്റത്തെ തുടർന്ന് വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. അവർക്ക് അടുക്കള അല്ലെങ്കിൽ വീടുകളിൽ മൊത്തം വീട് മുഴുവനായിട്ട് വെള്ളം കയറി ഉപ്പുവെള്ളം കയറി നാശമാവുന്ന ഒരു സാഹചര്യം എല്ലാ വർഷവും ഉണ്ടാവുന്നത് തന്നെയാണ്. ഈ വർഷവും അത് വളരെ കുറച്ച് നേരത്തെ വന്നു എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഇന്ന് ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ മഴയ്ക്കൊരു ശമനമായതുകൊണ്ട് തന്നെ, മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ, രാവിലെ തൊട്ട് ജില്ലയിൽ വലിയ രീതിയിൽ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 19-ാം തീയതി വരെ ഈ പറഞ്ഞതുപോലെ മത്സ്യബന്ധന മേഖലയിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെല്ലാം തന്നെ മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശമെല്ലാം തന്നെയുണ്ട്. ജാഗ്രതാ നിർദ്ദേശത്തിൽ തന്നെയാണ് അവരിപ്പോഴും അവിടെ നിൽക്കുന്നത്. കടലിന്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്തായാലും നിലവിൽ ആ ഒരു ജാഗ്രതാ നിർദ്ദേശമെല്ലാം തീരദേശത്തുള്ളവർക്കെല്ലാം നൽകിയിട്ടുണ്ട്. ദീപ്തി, ശരി വിജിത. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ദീപ്തി, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. പല സ്ഥലങ്ങളിലും മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ജാഗ്രത തുടരണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 5 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ അതിതീവ്ര മഴയെ കരുതിയിരിക്കണം, ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അടുത്ത 2 മണിക്കൂറിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീരദേശവാസികളും മലയോര നിവാസികളും ഒക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് തീരദേശ മേഖലയിലൊക്കെ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിലൊക്കെ വലിയ വിമർശനം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ ഉയർത്തുന്ന സാഹചര്യവുമുണ്ട്. കാരണം വലിയ ആശങ്കയിൽ കഴിയുന്ന നിരവധി വീടുകൾ ഈ കടൽ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അവർ എവിടെ മാറി താമസിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാമ്പുകൾ എന്തെങ്കിലും തുടങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ, അത്തരത്തിലുള്ള എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ഉടനടി ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസവും, അതായത് 4 ദിവസവും കൂടി വ്യാപകമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാം എന്നുള്ള കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 18 വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള രാത്രി സഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീച്ച് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുമുള്ള വിനോദസഞ്ചാരങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം, മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റും ഈ മഴയോടൊപ്പം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയുള്ളവ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റ് കാരണം പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം, മുൻകരുതലുകൾ എടുക്കണം, മുന്നറിയിപ്പുകൾ കൃത്യമായി കാണുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരുന്ന 4 ദിവസവും കൂടി നമ്മൾ ഈ മഴയ്ക്ക് വേണ്ടിയുള്ള ജാഗ്രത എടുക്കണം. ശരി, ഇപ്പോൾ കൊച്ചി, തിരുവനന്തപുരം ജില്ലകളിലെല്ലാം മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തുടരുകയാണ്. 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രിയും കൊച്ചിയിൽ നിന്ന് വിജിതയുമാണ് ചേർന്നത്.